വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റാഹത്തല്ലേ? അൽഹംദുലില്ലാഹ്. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ എന്ന മനോഹരമായ ഒരു ആശയവുമായി വീണ്ടും ഒരു പ്രഭാതത്തിൽ ഒരുമിച്ച് കൂടുവാൻ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ തൗഫീഖ് നൽകിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അല്ലാഹ് കബൂലാക്കട്ടെ. കൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, ദുആ ചെയ്യുന്നവർ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ, ഇതിനെ കാത്തിരിക്കുന്നവർ, എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹ് പ്രദാനിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ പ്രയാസ പ്രതിസന്ധികൾ മുഴുവനും അല്ലാഹ് മാറ്റിത്തരട്ടെ. അൽഹംദുലില്ലാഹ്. ഓരോ ദിവസങ്ങളും വ്യത്യസ്തങ്ങളായ അറിവുകളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത്, നമ്മൾ ഓരോ ദിവസങ്ങളും ചില ദിവസം ദുആയി, ദിക്റുകൾ, അങ്ങനെ ആയത്തുകൾ, പല ശ്രേഷ്ഠതകളും പഠിക്കും. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒരു അത്ഭുത മരുന്നിനെ പറ്റിയാണ്. നിബിതങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന, നിബിതങ്ങൾ ചെയ്യണമെന്ന് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്ത, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലേക്ക് ഒരുപാട് അത്ഭുതങ്ങൾ സമ്മാനിച്ച ഒരു പ്രത്യേകതരമായ ഒരു മരുന്ന്, ഒരു രോഗശമനിയെ പറ്റിയാണ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച് നമ്മൾ പറയുന്നത്. അല്ലാഹു കബൂലാക്കട്ടെ. ഇത് ചെയ്താലുള്ള നേട്ടങ്ങൾ ആദ്യം പറയാം, എന്നിട്ട് മരുന്ന് പറഞ്ഞുതരാം. അല്ലാഹ് കബൂലാക്കട്ടെ. ഒന്നാമത്തെ വേഗം പറഞ്ഞു, കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നിബിതങ്ങളോട് സ്വഹാബത്ത് ചോദിച്ച, നബിയെ, ദുആക്ക് ഇജാബത്ത് കിട്ടുമെന്ന് ഉറപ്പായാൽ ഞാൻ ചോദിക്കേണ്ട ചോദ്യം എന്താ? നിബിതങ്ങൾ പറഞ്ഞു, അസ്അലുക്കൽ ആഫിയ, ആരോഗ്യത്തെ ചോദിക്കണം. ഉമ്മമാരെ, ബാപ്പമാരെ, നമ്മളിപ്പോ വലിയ ആവേശത്തോടെ ആഗ്രഹത്തോടെ നടക്കും, ഒരു പ്രശ്നമില്ല. പക്ഷെ നമ്മളൊന്ന് വീണ് കിടപ്പിലായാൽ നമ്മുടെ മക്കൾ നമ്മളെ നോക്കുന്നുള്ള ഉറപ്പൊന്നും വേണ്ട, നമ്മുടെ കൂടപ്പുറപ്പ് നമ്മളെ നോക്കൊന്നുമില്ല. എല്ലാവർക്കും നമ്മളൊരു ഭാരമായി മാറി. പുറമേ പറഞ്ഞില്ലെങ്കിലും മനസ്സിൽ അവരെ കൊണ്ടുവരും. പടച്ചോനെ, ഇതൊന്ന് മരിച്ചിരുന്നെങ്കിൽ എന്ന് ചിന്ത വരുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ഭാരമാകാൻ പാടില്ല. നമ്മുടെ ആരോഗ്യത്തെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? കാത്തു സൂക്ഷിക്കണം. അതിനെന്താണ് വേണ്ടത്? ആരോഗ്യ സംരക്ഷണമാണ്. വേണ്ട വിധത്തിൽ എക്സർസൈസുകൾ ചെയ്യണം, ഭക്ഷണ ക്രമീകരണങ്ങൾ, വേണ്ടാത്ത ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കണം. നമ്മുടെ ആരോഗ്യം എപ്പോഴും നമ്മൾ നിലനിർത്തണം. അത് പ്രവാചക മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആരോഗ്യ സംരക്ഷണം നമ്മുടെ ജീവിതത്തിലേക്ക് മുറുകെ പിടിച്ചാൽ ഉറപ്പാണ് ഒരു പൈസ നമ്മൾ ആശുപത്രി കൊടുക്കേണ്ടി വരില്ല. നമ്മൾ തോന്നിയതുപോലെ ജീവിക്കാൻ, അള്ളാഹു നമുക്ക് സുന്നത്തനുസരിച്ച് ജീവിക്കാൻ, ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ വലിയ തൗഫീഖ് അല്ലാഹ് നസീബാക്കി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പഠിക്കുന്ന നബിതങ്ങൾ പറഞ്ഞ ഒരു അത്ഭുത മരുന്ന്. അതിന്റെ നേട്ടങ്ങൾ എന്താണ്? ഒന്നാമത്തത്, ശരീരത്തിലെ നേട്ടങ്ങൾ. ശരീരത്തിന്റെ നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, ശരീരത്തിൽ നല്ല ശോചന ഉണ്ടാവും. അതായത് നമുക്കറിയാം, ബാത്റൂമിൽ പോയിരിക്കുമ്പോൾ ചില ആളുകൾക്ക് മലമൂത്ര വിസർജനം, പ്രത്യേകിച്ച് മലവിസർജനം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. ടോയ്ലറ്റിൽ പോയിരിക്കുമ്പോൾ, ബാത്റൂമിൽ പോയിരിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്, വല്ലാത്ത മലബന്ധം, അതായത് വേസ്റ്റ് പുറത്തേക്ക് പോകുന്നില്ല, അത് വലിയ ബുദ്ധിമുട്ടാണ്. ഈ പറയുന്ന മരുന്ന് ഉപയോഗിച്ചാൽ അതിൽ നിന്ന് മാറ്റമുണ്ടാകുമെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം അർഷസ് പോലെയുള്ള രോഗങ്ങൾക്ക് വലിയ ശമനമാണ്. അതുപോലെ ഹൃദയത്തിന് വലിയ കരുത്തേക്കും. ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് വലിയൊരു ഉപാധിയാണ്. അതുപോലെ ചൊറിയും ചിരങ്ങും. ശരീരത്തിൽ കുട്ടികൾക്കൊക്കെ ചൊറിയുണ്ടാകും, ചിരങ്ങുണ്ടാകും. ഇങ്ങനെ ചൊറിഞ്ഞ് പൊട്ടിയിട്ടത് മാറ്റം ഉണ്ടാവില്ല, അതിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അതുപോലെ നീരുകൾ, ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന ചില ആളുകൾക്ക് എവിടെയാ? കാലില് നീരുണ്ടാകും, നടുവില് നീരുണ്ടാകും, മൊണ്ടി നീരുണ്ടാകും. അങ്ങനെ തുടങ്ങി നീര് കെട്ടിക്കിടക്കുന്ന പ്രയാസങ്ങളുണ്ട്. ആ നീര് കെട്ടിക്കിടക്കുന്നതിന് വലിയ ഒരു പ്രതിസന്ധിയാണ്, ഒരു പിടിവള്ളിയാണ്, അത്ഭുത മരുന്നാണ് ഈ പറയാൻ പോകുന്ന മരുന്ന് എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുകയാണ്. അതുപോലെ നമുക്കറിയാം, മറ്റൊരു പ്രശ്നമാണ് നമ്മുടെ ശരീരത്തിൽ കൃമിശല്യം ഉണ്ടാവുക. നമ്മളെ തമാശക്കുന്ന കൃമികടിയാണെന്നൊക്കെ ചോദിക്കും. നമുക്കത് പറയണ നാണിക്കേണ്ട കാര്യം, നിബിധങ്ങൾ പറഞ്ഞ ഹദീസുകളാണല്ലോ. ഈ മരുന്ന് നമ്മൾ കുടിച്ചാൽ ഉറപ്പായും ശരീരത്തിന്റെ കൃമികടികൾ, കുഞ്ഞുങ്ങൾക്കൊക്കെ വലിയ പ്രശ്നമാണ്, ഭക്ഷണം സമയത്ത് കഴിക്കൂല, വിശപ്പുണ്ടാകൂല, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക? ആ കൃമികളുടെ ശല്യം ഒഴിവാകാൻ ഈ മരുന്ന് അത്ഭുതമാണ്. അതുപോലെ രക്തശുദ്ധീകരണത്തിന് ഇത് വലിയ ഉപാധിയാണ്. അതോടൊപ്പം ഊരവേദന, ശരീരത്തിന്റെ ഊരവേദനകൾക്ക് വലിയ ആശ്വാസമാണ്. എല്ലാവിധ സന്ധിവേദനകൾക്കും എന്താണ്? ഇത് വലിയ പിടിവള്ളിയാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചക നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ മഹാരഥന്മാർ പറയാണ്. അതുപോലെ പിത്തനീര്, കഫനീര്, വാദനീര്, ഇതെല്ലാം പോകാൻ വലിയ നേട്ടമാണ് എന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തി വെക്കുകയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പ്രവാചക നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് നേട്ടങ്ങൾ, വയറ്റിന്റെ രോഗങ്ങൾക്ക് പ്രധാനപ്പെട്ട ചികിത്സ, വയറ്റിന്റെ രോഗങ്ങൾക്ക് ഒരു വലിയ നേട്ടം
നേട്ടമാണ്. കാരണം മഹാരഥനാകുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാകുന്ന അസ്മാ ബീവി റളിയല്ലാഹു അൻഹ ഇടക്കിടക്ക് വയറ്റുവേദന വരും, വയറിലിങ്ങനെ വേദന വരും. ഇലാ ഹദറത്ത് റസൂലില്ല, മുത്തുനബി തങ്ങളുടെ ഹദറത്തിലേക്ക് കടന്നു വന്നു, നബി തങ്ങളുടെ കാര്യം പറഞ്ഞു. അന്നത്തെ വൈദ്യൻ മുത്തുനബി തങ്ങളാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാര്യം പറഞ്ഞപ്പോ മഹദിയായ അസ്മാ റളിയല്ലാഹു അൻഹയ്ക്ക് അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞു കൊടുത്തത് ഒരു അത്ഭുതത്തിന്റെ മരുന്നാണ്. ഈ മരുന്ന് ഉപയോഗിച്ചതിന് ശേഷം മരണം വരെയും മഹദിക്ക് പിന്നെ വയറിന്റെ ബുദ്ധിമുട്ട് വന്നിട്ടില്ല എന്ന് ചരിത്രത്തിൽ കാണാം, ഹദീസുകൾ കാണാം. അള്ളാഹു സ്വീകരിക്കുമാറാകണം. മാത്രമല്ല മഹാനായ ജഹ്മി റളിയല്ലാഹു അൻഹു പറയാണ്, രക്തത്തിലെ അശുദ്ധ വസ്തുക്കളെ അകറ്റി ശരീരസ്രവങ്ങളെ ശുദ്ധമാക്കാൻ ഈ മരുന്നിന് കഴിവുണ്ട് എന്ന് അള്ളാന്റെ റസൂലിന്റെ ഹദീസ് എടുത്ത് വെച്ചുകൊണ്ട് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കാണ്. എന്താണ് ആ മരുന്നെന്നല്ലേ? ഒരു ഇലയാണ്, ഒരു ഇലയാണ്. ഏതിലയാണ്? കറിവേപ്പിലയാണോ? അങ്ങനെയൊന്നുമില്ല. ഏതാണെന്നല്ലേ അറിയോ? ഇല എന്ന് പറഞ്ഞാൽ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സുന്നാ മക്കി എന്ന് പറയുന്ന ഇലയാണ്. ചിലയിടത്ത് സെന്ന എന്ന് പറയും, ചിലയിടത്ത് സുന്ന എന്ന് പറയും. ഒരു ഇലയാണ്, അത് മക്കയിലാണ് ഉണ്ടാകിയത്. അതുകൊണ്ടാണ് സുന്നാ മക്കി എന്ന് പറയുന്ന പുസ്തകം. ഞങ്ങൾ എന്ത് ചെയ്യും? അത് മക്കയിൽ മാത്രമല്ല, ഇന്ന് എല്ലാ ആയുർവേദ കടകളിലും അതുപോലെ നമ്മുടെ ചില കടകളിൽ ആയുർവേദ യൂനാനി കടകളിലൊക്കെ ഈ ഇല നമുക്ക് മേടിക്കാൻ കിട്ടും. സുന്നാ മക്കി എന്ന് പറഞ്ഞു, സെന്നാ മക്കി, സന്നാ മക്കി എന്നൊക്കെ പേരുണ്ട്. സുന്ന, സന്ന, സെന്ന എന്നൊക്കെ പേര് പറയുന്നുണ്ട്. അപ്പൊ സുന്നാ മക്കിയുടെ ഇല നമ്മൾ ഉപയോഗിച്ചാൽ ഉറപ്പായും ഈ രോഗങ്ങൾക്ക് വലിയ ശമനമുണ്ട്. എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? അതായത് കുറച്ച് ഇല നമ്മൾ മേടിച്ച് വെക്കുക, മേടിച്ച് വിലക്കിയിട്ട് അതിന് ഒരു പിടി ഇല എടുക്കുക, ഒരു 2 ഇല എടുക്കുക. ഒരു 2 ഇല എടുത്ത് കഴുകി വൃത്തിയാക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? 2 ഗ്ലാസ് വെള്ളത്തിൽ അതിട്ട് തിളപ്പിക്കണം. 2 ഗ്ലാസ് വെള്ളത്തിൽ ആ ഇലയിട്ട് തിളപ്പിക്കണം. എന്നിട്ട് നന്നായി അത് തിളക്കട്ടെ. തിളച്ചത് വറ്റട്ടെ. ആ 2 ഗ്ലാസ് വെള്ളം 1 ഗ്ലാസ് വെള്ളമായി ചുരുങ്ങുന്നത് വരെ തിളപ്പിക്കണം. ഇപ്പൊ ഗ്യാസിന്റെ ഒക്കെ വിലയല്ലേ ഉസ്താദെ? മരുന്നുണ്ടാക്കണ കാര്യം പറഞ്ഞ 2 ഗ്ലാസ് വെള്ളം 2 സുന്നാമക്കയുടെ ഇല ഇടുക, കഴുകി വൃത്തിയാക്കിയിട്ട് ഇടുക. അതിങ്ങനെ തിളച്ച് അതിലേക്ക് ഇങ്ങനെ അലിഞ്ഞലിഞ്ഞ് ചേരും. ഇവിടെ 2 ഗ്ലാസ് വെള്ളം 1 ഗ്ലാസ് വെള്ളം ആകുന്നത് വരെ കുറുക എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയും. അതിങ്ങനെ വറ്റിച്ച് കുറുക്കി 1 ഗ്ലാസ് ആക്കി എടുക്കുക. എന്നിട്ട് അതെന്ത് ചെയ്യുക? നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് അരമണിക്കൂർ കഴിഞ്ഞ്, നമ്മുടെ ഭക്ഷണം കഴിച്ച് രാത്രി ഭക്ഷണം അരമണിക്കൂർ കഴിഞ്ഞ് ഉറങ്ങുന്നതിന് മുമ്പ് നമ്മളത് കുടിക്കുക. എന്നിട്ട് കിടക്കുക. രാവിലെ ആകുമ്പോൾ അൽഹംദുലില്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വലിയൊരു പരിഹാരം നമുക്കിത് കാണാം. മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ച മുത്തുനിബിതങ്ങളുടെ രോഗത്തിൽ മുത്തുനിബിതങ്ങൾ പറഞ്ഞു കൊടുത്ത ഒരുപാട് അത്ഭുതത്തിന്റെ മാതൃകയാണിത്. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കാനുള്ള ചില കാര്യങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കാനുള്ള ചില കാര്യങ്ങൾ, ഈ വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് അമിതമാകാൻ പാടില്ല. അതായത് നമ്മളിത് നിത്യമായി ഉപയോഗിക്കാൻ പാടില്ല. നമുക്കൊരു ആഴ്ചയിൽ ഒരു 2-3 ദിവസം അല്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ അതിങ്ങനെ ഉപയോഗിക്കാൻ പ്രശ്നമില്ല. എല്ലാ ദിവസവും അമിതമായാൽ അമൃതവും വിഷമെന്നല്ലേ? അപ്പൊ അമിതമായി ഉപയോഗിക്കുന്നത് ആധുനിക ഡോക്ടർമാർ പറയുന്നുണ്ട്, അമിതമായി അത് ഉപയോഗിക്കുന്ന ചില ശാരീരിക പ്രശ്നങ്ങൾക്കുണ്ടാകും എന്ന് കാണാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, രോഗങ്ങൾ വന്നാൽ ചികിത്സിക്കൽ സുന്നത്താണ് എന്ന് പറഞ്ഞാൽ, ഒരാൾക്ക് ഒരു അർഷസ് രോഗം വന്നു, അല്ലെങ്കിൽ ഒരു ഹൃദയ സംബന്ധമായ രോഗം, ഉസ്താദ് പറഞ്ഞു വെള്ളം കുടിച്ചാൽ മതി രോഗം മാറുമെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ നിൽക്കും. നമുക്ക് ഈമാൻ കുറഞ്ഞവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ രോഗം വന്നാൽ ചികിത്സിക്കണം, ഹോസ്പിറ്റലിൽ പോകണം. അതോടൊപ്പം ആത്മീയമായ മരുന്നും കൂടി നമ്മൾ കഴിക്കണമെന്നുള്ളതാണ്. നമ്മൾ ഗുളിക കഴിക്കും, മരുന്ന് കഴിക്കും, അതോടൊപ്പം അത് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അള്ളയല്ലേ ശിഫ തരിക. അപ്പൊ നമ്മൾ അത് ചെയ്യുന്നതിനോടൊപ്പം ഇതും കൂടി ചെയ്താൽ നൂറുൻ അലാ നൂർ, അതൊരു വലിയ നേട്ടമാകും. നമ്മുടെ ആരോഗ്യം അതെപ്പോഴും ആഫിയത്തായി നിലനിൽക്കുക എന്നുള്ളതാണ് റബ്ബ് നമുക്ക് നൽകുന്ന സൗഭാഗ്യം. നമുക്കറിയാം, കണ്ണിന്റെ കാഴ്ച ഒന്ന് കുറഞ്ഞാൽ, ചെവിയുടെ കേൾവി ഒന്ന് കുറഞ്ഞാൽ, ശരീരത്തിന്റെ കൈകാലുകളുടെ ആ ആവാസ വ്യവസ്ഥ, ആ ഒരു ആരോഗ്യം നഷ്ടപ്പെട്ടു പോയാലാണ് നമുക്ക് അള്ള തന്നിരുന്ന ആരോഗ്യത്തെ പറ്റി നമുക്ക് തിരിച്ചറിയാൻ കഴിയുക. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് ഉപയോഗിച്ചിരുന്നു എന്നാണ്, സ്വഹാബത്തിന് ഇത് പറഞ്ഞു കൊടുത്തു എന്നാണ്. വയറ് സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും, ഉമ്മമാരെ, നമ്മുടെ മക്കൾക്ക് ഇടയ്ക്കിടയ്ക്ക് വയറുവേദനയുണ്ടെങ്കിൽ ഈ ആയുർവേദ കടയിലോ യൂനാനി കടയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഈ നാട്ടുവൈദ്യങ്ങളൊക്കെ ഉണ്ടാകുന്ന കടകളില്ലേ, ഈ ചെറിയ അങ്ങാടിക്കട എന്നൊക്കെ പറയും. ഈ അങ്ങാടിക്കടയിലൊക്കെ സുന്നാമക്കടയിലെ സുലഭമായി കിട്ടും. അത് നമ്മൾ മേടിക്കുക. ഇന്ന് ചില അതിന്റെ ക്യാപ്സ്യൂളുകൾ വരുന്നുണ്ട്. ഇത് എത്രത്തോളം അത് ഒറിജിനാലിറ്റി ഉണ്ട്, അതിൽ എന്തൊക്കെ ചേർന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഉള്ളത് അതിൽ നല്ലതാണെങ്കിൽ അത് വാങ്ങുക. സുന്നാമക്കയിലെ ഒറിജിനൽ ഇലയാണ്, അത് നമുക്ക് വാങ്ങി മക്കയിൽ നിന്നൊക്കെ വരുമ്പോൾ അത് പറയുക. മക്കയുടെ ഭാഗത്ത് നിന്നൊക്കെ വരുമ്പോൾ സൗദിയിലൊക്കെ അത് കിട്ടും. അപ്പൊ അത് ആ നാട്ടിലൊക്കെ വരുമ്പോൾ സുന്നാമക്കയുടെ ഇല കൊണ്ടുവരാൻ പറഞ്ഞ് നമ്മൾ
അത്തർ കൊണ്ടുവരാനും സ്പ്രേ കൊണ്ടുവരാനും അത് കൊണ്ടുവരാനും ഇത് പുറത്തേക്ക് കൊണ്ടുവരാൻ പറയുന്നതിന് പകരം ഭർത്താവിനോട് പറയണം സുന്നാമക്ക് ഇടയിൽ കൊണ്ടുവരാൻ. അപ്പോൾ ഓനത് ആദ്യമായിട്ട് കേൾക്കരുത്. എന്നാ സുന്നാമക്ക് എന്നൊക്കെ ചോദിക്കുക പറഞ്ഞു കൊടുക്കുക, ഇന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ വാങ്ങി വീട്ടിൽ വെക്കുക. അതൊരു വലിയ ബറക്കത്താണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹ് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ രോഗങ്ങളൊക്കെ മാറ്റി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ, മാരക രോഗങ്ങൾ തുടർന്ന് കാക്കട്ടെ ഇൻഷാ അള്ളാഹ്. ഇതുപോലെയുള്ള കുറഞ്ഞ സമയത്ത് കൂടുതൽ കാര്യങ്ങൾക്കായി വോയിസ് ഓഫ് ഷഫീഖ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അള്ളാഹ് സ്വീകരിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അള്ളാഹ് അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണിക്ക് ഇസ്ലാമിക ചരിത്രങ്ങൾ കഥ പറയുന്ന ചരിത്രങ്ങളുടെ ഒരു യാത്ര, ബദറിൻ തീരം ചരിത്ര കഥകൾ. ഇതുപോലെ കുറഞ്ഞ സമയത്തിൽ ചരിത്രങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ചാനലാണ് ബദറിൻ തീരം ചരിത്ര കഥകൾ. അതോടൊപ്പം രാത്രി 9 മണിക്ക് ബദറിൻ തീരം എന്നൊരു മറ്റൊരു ചാനൽ. അങ്ങനെ 3 ചാനലുകളാണ് നമുക്കുള്ളത്. 3 നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ ലിങ്കുകൾ കമന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക. അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.